നമസ്കാരം. ഇൻഷുറൻസ് ഫാക്സ് LICയിലേക്ക് സ്വാഗതം. ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുകയാണ്. കേന്ദ്ര ബഡ്ജറ്റ് നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിലെ ഏറ്റവും ആകർഷണീയമായ കാര്യമെന്ന് പറയുന്നത് ഇൻകം ടാക്സ് നിയമം സെക്ഷൻ 87A പ്രകാരം 60,000 രൂപയുടെ നികുതി ഇളവ് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് 12,75,000 രൂപ വരെ വാർഷിക വരുമാനം ശമ്പളത്തിലൂടെയോ പെൻഷനിലൂടെയോ നമുക്കുണ്ടെങ്കിൽ അതിന് യാതൊരുവിധ നികുതിയും കൊടുക്കേണ്ടി വരില്ല എന്ന് പറയുന്നത്. 12,75,000 രൂപ വാർഷിക വരുമാനമുള്ള ഒരു സാലറീഡ് വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയെ സംബന്ധിച്ച് കണക്കുകൂട്ടി വരുമ്പോൾ 60,000 രൂപ നികുതി കൊടുക്കേണ്ടതാണ്. പക്ഷേ ഈ 60,000 രൂപ പരമാവധി കിഴിവിൽപ്പെടുത്തി നികുതിയിൽ ഇളവായി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഈ ബഡ്ജറ്റിൻ്റെ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള ബഡ്ജറ്റിൻ്റെ ഒരു വലിയ ആകർഷണീയത എന്ന് പറയുന്നത്. കാരണം വരുമാനം നേടുന്ന വിഭാഗങ്ങളെ സംബന്ധിച്ച് ശമ്പളത്തിലൂടെ വരുമാനം നേടുന്ന വിഭാഗങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളത്. അതുപോലെ പെൻഷൻ നേടുന്നവരാണുള്ളത്. ഇവർക്കെല്ലാം ഇതിൽ ആശ്വസിക്കാം. ഇവിടെ ഒരു ഉദാഹരണം നോക്കാം. ഒരു വ്യക്തിയുടെ വരുമാനം 12,75,000 രൂപ. പുതിയ ഇൻകം ടാക്സ് സമ്പ്രദായം പ്രകാരമാണ് അദ്ദേഹം ആദായ നികുതി ഫയൽ ചെയ്യുന്നതെങ്കിൽ, റിട്ടേൺ ഫയൽ ചെയ്യുന്നതെങ്കിൽ അദ്ദേഹത്തിന് ആദ്യം തന്നെ ആ 75,000 രൂപ അങ്ങ് ഒഴിവാക്കി കിട്ടും. അത് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ പ്രകാരം ഒഴിവാക്കി കിട്ടുന്നതാണ്. അപ്പോൾ ആദായം നൽകേണ്ട നികുതിയായി അവശേഷിക്കുന്നത് 12 ലക്ഷം രൂപയാണ്. ഈ 12 ലക്ഷം രൂപയെ നിലവിലുള്ള സ്ലാബുകളായി പിരിക്കും. ആദ്യത്തെ 4 ലക്ഷം രൂപയ്ക്ക് 0 നികുതിയാണ്, യാതൊരു നികുതിയും ബാധകമല്ല. അടുത്ത 8 ലക്ഷം രൂപയ്ക്ക്, അതായത് അടുത്ത 4 ലക്ഷം രൂപ, ആദ്യത്തെ 4 ലക്ഷം രൂപ നികുതിയില്ല, സീറോയാണ്, നികുതി ബാധകമല്ല. അടുത്ത 4 ലക്ഷം, അതായത് 8 ലക്ഷം രൂപ വരെയുള്ള വരുമാനം എന്നതിൽപ്പെടുന്ന അടുത്ത 4 ലക്ഷം രൂപയ്ക്ക് 5% ആദായ നികുതി, അതായത് 20,000 രൂപ വരും, കൊടുക്കേണ്ടതാണ്. അത് കഴിഞ്ഞ് അതിനടുത്ത 12 ലക്ഷം വരെയുള്ള ഒരു സ്ലാബാണുള്ളത്. വീണ്ടും 4 ലക്ഷം രൂപ അതിൽപ്പെടുന്നു. ആ 4 ലക്ഷം രൂപയ്ക്ക് 10% നികുതി, അതായത് 40,000 രൂപ. അപ്പോൾ ആദ്യം 20,000 രൂപ, പിന്നെ 40,000 രൂപ. ഇപ്പോൾ 12 ലക്ഷത്തിന് 60,000 രൂപ ടാക്സ് കൊടുക്കാൻ ആ വ്യക്തി ബാധ്യസ്ഥനാണ്. പക്ഷേ എന്താണ് സംഭവിക്കുന്നത്? ഇന്ന് പ്രഖ്യാപിച്ച ഇളവ് പ്രകാരം, നികുതി ഇളവ് പ്രകാരം അദ്ദേഹത്തിന് 60,000 രൂപ വരെ ഒരു വർഷം നികുതിയിൽ നിന്ന് കിഴിവ് കിട്ടും. അപ്പോൾ ഇവിടെ ആകെ കൊടുക്കേണ്ട നികുതി 60,000 രൂപ അദ്ദേഹം കൊടുക്കണ്ട. അതാണ് ആദായ നികുതി നിയമം സെക്ഷൻ 87A പ്രകാരം ഇന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഏറ്റവും വലിയ ആകർഷണീയമായ ഒരു നികുതി ഇളവ് എന്ന് പറയുന്നത്. അപ്പോൾ 1 ലക്ഷം രൂപ വരെ ശമ്പളം പ്രതിമാസം വാങ്ങുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച്, അതായത് ഒരു വർഷം 12 ലക്ഷം രൂപ വാങ്ങുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആശങ്കപ്പെടാൻ ഇനി കാര്യമില്ല. ഏപ്രിൽ 1 മുതൽ 2025 ഏപ്രിൽ 1 മുതലാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള പുതിയ ബഡ്ജറ്റിലെ കാര്യങ്ങളെല്ലാം പാർലമെൻറ്റിൻ്റെ അംഗീകാരത്തോടുകൂടി പ്രാബല്യത്തിൽ വരിക. അപ്പോൾ അടുത്ത സാമ്പത്തിക വർഷമാണ് ഇതെല്ലാം നമുക്ക് ആസ്വദിക്കാനാവുക. അത് കഴിഞ്ഞ് അതിനടുത്ത സാമ്പത്തിക വർഷം, അതായത് ഈ അടുത്ത സാമ്പത്തിക വർഷത്തിൻ്റെ കണക്കുകളെല്ലാം ബോധിപ്പിക്കുന്ന അതിനടുത്ത സാമ്പത്തിക വർഷം, അതായത് അസസ്മെൻറ്റ് ഇയറിലായിരിക്കും ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ നമുക്ക് അനുഭവിക്കാൻ കഴിയുക എന്നുള്ളതുമാണ്. അപ്പോൾ ആശങ്കപ്പെടാനൊന്നുമില്ല. 12 ലക്ഷം രൂപ ഒരു വർഷം ശമ്പളം മേടിച്ചോളൂ. ഇൻകം ടാക്സ് ഒന്നും വരാൻ യാതൊരു സാധ്യതയും ഇല്ല ഇപ്പോഴത്തെ പ്രഖ്യാപനമനുസരിച്ച്. ഇനി മറ്റൊരു കാര്യം, പെൻഷൻ. LICയുടെ ജീവൻ ശാന്തി പോലുള്ള, ജീവൻ അക്ഷയ് പോലുള്ള ജനപ്രിയമായ ഈ പെൻഷൻ പദ്ധതികൾ നിക്ഷേപിച്ച് പ്രതിമാസം 1 ലക്ഷം രൂപ വരെ സന്തോഷമായിട്ട് യാതൊരു ആശങ്കയും നികുതിയെക്കുറിച്ച് ഇല്ലാതെ തന്നെ നേടാനും ഈ പ്രഖ്യാപനത്തിലൂടെ സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സന്തോഷകരമായ മറ്റൊരു വസ്തുത. പഴയതും പുതിയതുമായ നികുതി സ്ലാബുകളെക്കുറിച്ച് കൂടെ ഇവിടെ നമുക്ക് നോക്കാം. നമുക്കിപ്പം നിലവിൽ, പഴയതെന്ന് പറയാൻ പറ്റില്ല, ഇപ്പം നിലവിലുള്ള സ്ലാബ് എന്ന് പറയാം, അതായത് മാർച്ച് 31 വരെ, 2025 മാർച്ച് 31 വരെ നിലവിലുള്ള സ്ലാബ് എന്ന് പറയുന്നത് 6 സ്ലാബുകളാണ്. പക്ഷേ ഇനി വരാൻ പോകുന്നത്, പാർലമെൻറ്റ് അംഗീകാരത്തോടുകൂടി വരുന്നത് ഏപ്രിൽ 1 മുതൽ വരുന്നത് 7 സ്ലാബുകളായിരിക്കും എന്നുള്ളതും ഒരു വ്യത്യസ്തതയാണ്. എന്തായാലും നികുതിയെക്കുറിച്ചും ഇൻഷുറൻസ് പ്ലാനുകൾക്ക് അവയുമായുള്ള ബന്ധത്തെക്കുറിച്ചും ഒക്കെ അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഈ വാട്സപ്പ് നമ്പറിലോ ഇമെയിലിലോ ബന്ധപ്പെടുക. നന്ദി.